ഡിസ്കസ് ചെയ്തു. വാട്ട് യു മീൻ ബൈ റേഷ്യോ? മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ഓർ ടു വേരിയബിൾ ഓർ ടു ഐറ്റം എന്നൊക്കെ പറയാം അല്ലേ. അക്കൗണ്ടിങ് ടേമുകൾ എടുത്ത് ചെയ്യുമ്പോൾ അത് അക്കൗണ്ടിങ് റേഷ്യോ ആയി മാറും. നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ റേഷ്യോ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അത് റേഷ്യോ അനാലിസിസ് ആയിട്ട് മാറും. റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 4 ways. ഏതൊക്കെയായിരുന്നു? സച്ച് ആസ്, എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? പ്രപ്പോർഷൻ, ടൈം, പെർസെൻറ്റേജ് ആൻഡ് ഫ്രാക്ഷൻ അല്ലേ. നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത് 3 വേസിലുള്ളൂ പറഞ്ഞു. ഫസ്റ്റ് 3 ഫ്രാക്ഷനിൽ അക്കൗണ്ടിങ് റേഷ്യോകളിൽ എക്സ്പ്രസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ബേസിക് ടൈപ്സ് ആണ് പറഞ്ഞത്. ഒരു 6 ടൈപ്പ് ഉണ്ട്, 6 ക്ലാസിഫിക്കേഷൻ ആയിട്ടൊക്കെ നമുക്ക് പറയാം. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് റേഷ്യോ? നമ്പർ 1, liquidity ratios. Then solvency ratio. It is otherwise known as leverage ratio. Third one, activity or performance ratio or turnover ratio. അല്ലെ, 3 പേരിൽ അറിയപ്പെടും. പിന്നെ profitability ratio. Next, conveyance അല്ല, coverage ratio. And last one, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഓരോ റേഷ്യോയും ക്ലാസിഫൈ ചെയ്തത് ഓരോ പർപ്പസ് എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഓരോന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ഥാപനം ബെറ്റർ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുക പല ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോഴാണ്. ചില സ്ഥാപനങ്ങൾക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും, സോൾവൻസി ഉണ്ടാവില്ല. ചില സ്ഥാപനങ്ങൾക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ പെർഫോമൻസ് നല്ലതാവില്ല, അല്ലെങ്കിൽ കവറേജ് അല്ലെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ പല തരത്തിലുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവാം. സോ നമ്മൾ ഒരു ഫേമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ് ഓൺ ദ ബേസ് ഓഫ് റേഷ്യോ. ഓരോ പൊസിഷൻ ഓക്കെ ആണോ എന്നുള്ളതാണ് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ നോക്കാം നമുക്ക്, ലിക്വിഡിറ്റി റേഷ്യോ. വാട്ട് യു മീൻ ബൈ ലിക്വിഡിറ്റി? എന്താ ലിക്വിഡിറ്റി പറഞ്ഞാൽ? എന്താ കുട്ടികളെ, ലിക്വിഡ് ക്യാഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഇല്ലേ, ആദ്യമായിട്ട് കേൾക്കണം. അതാണ് ലിക്വിഡിന്റെ പ്രത്യേകത. അതിങ്ങനെ ടച്ച് ചെയ്ത് നോക്ക്. Simply we can say liquidity is the ability of a business to convert into cash quickly. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാല്? ഒരു സ്ഥാപനത്തിന് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പൊ എന്താ? liquidity is the ability of a business or ability of a company to convert into cash quickly. നമ്മൾ നേരത്തെ നമുക്ക് അറിയുന്ന സംഗതിയാണ്, ഫണ്ട് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല, ഫിനാൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ ബിസിനസ് മൂവ് ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല. റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണം, സാലറി പേയ്മെന്റ് നടത്തണം, ലോൺ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തണം. അങ്ങനെ തുടങ്ങി ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ സ്ഥാപനത്തിന് എന്ത് വേണം? ക്യാഷ് വേണം, ലിക്വിഡ് മണി വേണം. അപ്പോ സ്ഥാപനത്തിന് ലിക്വിഡിറ്റി ഉണ്ടോ? പെട്ടെന്നൊരാവശ്യം വന്നാൽ അത് നിറവേറ്റാനുള്ള ക്യാഷ് കയ്യിലുണ്ടാകുമോ?
എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള റേഷ്യോ ആണ് ഏത് കുട്ടികളെ? അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ ഫേവറബിൾ ആണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? കയ്യിൽ ക്യാഷ് ഉണ്ട്, കയ്യിൽ ക്യാഷ് ഉണ്ട്. പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് ഡിമാൻഡ് കൂടി, അപ്പൊ കൂടുതൽ റോ മെറ്റീരിയൽസ് ഇറക്കി പ്രൊഡക്ഷൻ നടത്തണം. അതിനുള്ള ക്യാഷും മണിയൊക്കെ കയ്യിലുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ലിക്വിഡിറ്റി പൊസിഷൻ ഓക്കെ അല്ലെങ്കിലോ നമുക്ക് മാസം കറക്റ്റായിട്ട് സാലറി കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, മറ്റ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അടുത്ത തവണ തരില്ല അവര്, ഇനി നിങ്ങൾ വേറെ ആളെ മേടിച്ചോന്ന് പറയും. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടൂല. റോ മെറ്റീരിയൽസ് കിട്ടിയില്ലെങ്കിലോ പ്രൊഡക്ഷൻ നടക്കൂല. പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലോ സെയിൽസ് ഉണ്ടാവില്ല. അവിടെ ഇൻഡയറക്ട്ലി പ്രോഫിറ്റ് താഴോട്ട് പോകും. പോകൂലേ? പോകൂലേ കുട്ടികളെ? സോ ലിക്വിഡിറ്റി പൊസിഷൻ ഓക്കെ ആവണ്ടേ? അപ്പൊ എന്താ ലിക്വിഡിറ്റി? എന്താ? എബിലിറ്റി ഓഫ് ദ ഫേം ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് ക്വിക്കലി, അല്ലെ? പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനുള്ള സ്ഥാപനത്തിന്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? വെദർ ദ ഫേം ഹാവ് ദ എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് ക്വിക്കലി, അല്ലെ? നമ്മുടെ സ്ഥാപനത്തിന് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹൗ ഈസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ, ഈസ് ഇറ്റ് ഫേവറബിൾ ഓർ നോട്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ? ടു നോ ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അങ്ങനെ പറഞ്ഞൂടെ? എന്തിനാണ്? ടു നോ ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയുണ്ട്? ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? അൺഫേവറബിൾ ആണെങ്കിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടാക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ സ്ഥാപനം ചെയ്യണം. അപ്പൊ ലിക്വിഡ് മണി അവിടെ ഉണ്ടാവും, അത് വെച്ച് ബിസിനസ് ചെയ്യാം. ക്ലിയർ? ഈ ലിക്വിഡിറ്റി റേഷ്യോയിൽ 3 സബ് റേഷ്യോസ് ഉണ്ട്, 3 ടൈപ്പ് റേഷ്യോസ് ഉണ്ട്. Liquidity ratios may be 3 types. They are current ratio, then liquid ratio or quick ratio, or acid test ratio. ഒക്കെ ഒരേ പേരാട്ടോ. ഒന്നേതാ? കറണ്ട് റേഷ്യോ. 2 ലിക്വിഡ് റേഷ്യോ ഓർ then ഒന്നുകൂടെ പറഞ്ഞല്ലോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്ലിയർ ആണോ? ഒന്നാമത്തേതാ കറണ്ട് റേഷ്യോ. 2 ലിക്വിഡിറ്റിന് പോകരുത്, ലിക്വിഡ് റേഷ്യോ, പിന്നെ ക്വിക്ക് റേഷ്യോ ഓർ അബ്സല്യൂട്ട് അല്ല, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. മൂന്നാമത്തെ റേഷ്യോ ഏതാ? സൂപ്പർ ലിക്വിഡ് റേഷ്യോ, അല്ലെങ്കിൽ സൂപ്പർ ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ. 5 പേരാ. എന്തൊക്കെയാ? സൂപ്പർ ലിക്വിഡ് റേഷ്യോ ഓർ സൂപ്പർ ക്വിക്ക് റേഷ്യോ, ദെൻ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ. ഒന്നുകൂടെ പറഞ്ഞല്ലോ, ക്യാഷ് റേഷ്യോ. അങ്ങനെയും കൂടെ ഇപ്പൊ ഒരു പുതിയ ടേം ഉണ്ട്, ക്യാഷ് റേഷ്യോ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ, ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെ ആവാം? ഒന്നുമില്ലെങ്കിൽ 3 ഉണ്ട്. കറണ്ട് റേഷ്യോ ഉണ്ട്, അതിന് വേറെ പേരൊന്നുമില്ല. അതിന് വേറെ റേഷ്യോ പറയാറുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയാറുണ്ട് കേട്ടോ. എവിടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ.
എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വേറെ ഉണ്ട്, അതല്ല വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, കറണ്ട് റേഷ്യോ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ലിക്വിഡ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. പേര് കേട്ടിട്ട് ബേജാറാവൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. 3, സൂപ്പർ ലിക്വിഡ്, സൂപ്പർ ക്വിക്ക്, പിന്നെ അബ്സല്യൂട്ട് ലിക്വിഡ്, അബ്സല്യൂട്ട് ക്വിക്ക്, ഒന്നും കൂടെ ഉണ്ട്. ഇതിന് എത്ര ഉള്ള കുട്ടികളെ? ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാം. അപ്പൊ ഒരു ചോദ്യമില്ലേ, എത്ര പെട്ടെന്ന് അല്ലേ? വളരെ പെട്ടെന്നുള്ളതാണ് മൂന്നാമത്തത്. ഏത്? സൂപ്പർ. എപ്പോഴും കയ്യിൽ, ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 10,000 രൂപ ഉണ്ട്, അത് ലിക്വിഡ് മണി എന്ന് പറയാം. പകരം എന്റെ കയ്യിലൊരു സ്വർണ്ണമാല ഉണ്ട്, അത് ചിലപ്പോ നമുക്ക് പക്ക ലിക്വിഡ് എന്ന് പറയാൻ പറ്റുമോ? ലിക്വിഡ് ആണ്, സ്വർണ്ണ കടയിൽ കൊണ്ടുപോയി വിറ്റാല് എനിക്ക് പൈസയായി അല്ലേ? അപ്പൊ എല്ലാം നമുക്ക്, ചിലത് നമുക്ക് പെട്ടെന്ന് പറയാം, ഒന്ന് അതിനേക്കാൾ പെട്ടെന്ന് പറയാം, മൂന്നാമത്തെ വരുമ്പോ അതിലും പെട്ടെന്ന്. നമുക്ക് എപ്പോഴും ആവശ്യം വരും. ക്യാഷ് കയ്യിൽ എന്ന് പറഞ്ഞാല് അറ്റ് എ ടൈം ഒരാവശ്യം വന്നത് നിറവേറ്റാൻ പറ്റണം. ഈ ഒരു മാസത്തിനുള്ളിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം, വിത്തിൻ 1 ഇയർ അതിനുള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ആ ഒരു രൂപമാണ് ഇവിടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിച്ചു തന്നെ ലിക്വിഡിറ്റി റേഷ്യോസിനെ, ആ ഹെഡിനെ വേണമെങ്കിൽ വേറൊരു ടേം കൂടെ കൊടുക്കട്ടെ അതിന്. ഷോർട്ട് ടേം സോൾവൻസി എന്താ വിളിക്കുക? അപ്പൊ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോ ആണ്? എന്താ ഷോർട്ട് ടേം സോൾവൻസി? സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റിയാണ് നമ്മൾ സോൾവൻസി എന്ന് വിളിക്കുക. എബിലിറ്റി ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്സ്. ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്താ വിളിക്കുക? സോൾവൻസി. ചെറിയ ഷോർട്ട് ടേം സോൾവൻസികൾ ഉണ്ടാവും, 6 മാസം കടമെടുത്തത്, ക്രെഡിറ്റേഴ്സിൻ്റെത്, എന്നല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് മുഴുവൻ. അത് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും? ഷോർട്ട് ടേം. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണത് തന്നെയാണ്. എന്താണ്? സ്ഥാപനത്തിന്റെ ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞ ഏതാ? കറണ്ട് ലാബിലിറ്റി അല്ലേ? അല്ലേ? സ്ഥാപനത്തിന്റെ ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞ ഏതാണ്? ഏതാ കുട്ടികളെ? കറണ്ട് ലാബിലിറ്റിയാണ്. ഒരു ബാലൻസ് ഷീറ്റ് മനസ്സിൽ കാണാം. ബാലൻസ് ഷീറ്റിൽ 2 സൈഡുകൾ നിങ്ങൾക്ക് കാണാം. ഏതൊക്കെയാ? അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും. ലാബിലിറ്റി സൈഡിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, 3 ഭാഗമാക്കാം. അസറ്റിനെ 2 ഭാഗമാക്കാം. ഏതൊക്കെയാണ് ആ ഭാഗങ്ങള്? നോർമലി കേട്ടോ, നോർമലി ലാബിലിറ്റിയെ 3 ഭാഗമാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കമ്പനികളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാ? ക്യാപിറ്റൽ ഉൾപ്പെടുന്ന ഒരു സാധനം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എന്താണ്? അതിൽ റിസർവ് വരും, അവർക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, അതൊക്കെ വരും. 2 പറയാൻ പറ്റുമോ? ഈ ക്യാപിറ്റൽ അടങ്ങിയ ഭാഗം 2 2 2 ലോങ് ടേം ഡെപ്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി. എന്താണ് ലോങ് ടേം ലാബിലിറ്റി? മോർട്ടഗേജ് ലോണുകള്, സെക്യൂർഡ് ലോൺസ് ഒക്കെ അതിൽ വരും. 1 വർഷത്തേക്കാൾ കൂടുതൽ എടുത്ത ലോണുകൾ, ബാങ്കിൽ നിന്ന് എടുത്തതാവാം,
മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ കയ്യിൽ നിന്ന് എടുത്തതാവാം, എങ്ങനെ ആയിക്കോട്ടെ. ലോങ് ടേം ഡെപ്റ്റ്, ഡിബഞ്ചറുകൾ അതിൽ വരും, ഒക്കെ വരും. ലോങ് ടേം ഡെപ്റ്റ്. പിന്നുള്ളതാണ് കറണ്ട് ലാബിലിറ്റി. അതിനെയാണ് ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറയാം. കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി ഏതൊക്കെയാ? ഏതൊക്കെ കുട്ടികളെ? ക്രെഡിറ്റേഴ്സ്, പിന്നെ ബിൽസ് പേയബിൾ, രണ്ട്. ഷോർട്ട് ടേം ലോൺസ് 3ആയി. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? കേട്ടിട്ടില്ലേ? എന്താ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ഉണ്ടാവും, അയാൾക്ക് വേണമെങ്കിൽ സ്ഥാപനത്തിന് വേണമെങ്കിൽ എക്സ്ട്രാ അല്ലേ ആ അക്കൗണ്ടിൽ നിന്ന് ബാങ്കിൽ ബാലൻസ് ഇല്ലെങ്കിൽ പോലും പിൻവലിക്കാം. അതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, BOD എന്ന് പറയും. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഈ 5 നോർമലി കറണ്ട് ലാബിലിറ്റി. പഠിച്ച വാട്ട് ആർ ദ കറണ്ട് ലാബിലിറ്റീസ്? ഏതൊക്കെയാ? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിള്, ഷോർട്ട് ടേം ലോണ്, പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പൊ ലാബിലിറ്റി സൈഡ് 3 ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതാ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇതൊക്കെ നമ്മൾ വരും കേട്ടോ, അതിലേക്ക് വരും. നമ്മളിപ്പോ തൽക്കാലം കറണ്ട് ലാബിലിറ്റി മതി എന്നതിലേക്കാണത് നിർത്തിയത്. കറണ്ട് ലാബിലിറ്റി, സോറി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ലോങ് ടേം ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റി അല്ലേ? ഈ കറണ്ട് ലാബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള സ്ഥാപനത്തിന്റെ എബിലിറ്റിയാണ് നമ്മള് ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയാം. ക്ലിയർ ആണോ? എന്തിനാണ് നമുക്ക് പെട്ടെന്ന് ക്യാഷ് വേണ്ടത്? അതിന്റെ ചെറിയ ചെറിയ ഷോർട്ട് ടേം ഡെപ്റ്റുകളൊക്കെ കൊടുത്തു തീർക്കാനുണ്ടാകും. അതിനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറയുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ എന്ത് കൊടുത്തു തീർക്കാനുള്ള? എന്ത് കൊടുത്തു തീർക്കാനുള്ള? ഹലോ, ഏത് ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള? നമ്മളിപ്പോ ഏതാ ഡിസ്കസ് ചെയ്യണേ? ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഏത് ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള? കറണ്ട് ഡെപ്റ്റ് അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലാബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടോന്നല്ല ഇവിടെ ചെക്ക് ചെയ്യുന്നേ. എപ്പോ വന്നാലും അത് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 3 റേഷ്യോകളിലും ഡിനോമിനേറ്റർ സെയിം ആണ്. മുകളിലത്തെ മാത്രമേ മാറുള്ളൂ. ചെക്ക് ചെയ്ത് നോക്ക്. കറണ്ട് റേഷ്യോ എന്താ? കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? whether the firm have the ability to pay its current liabilities through current asset. കറണ്ട് അസറ്റ് ഉപയോഗിച്ച് കറണ്ട് ലാബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി സ്ഥാപനത്തിനുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് നോർമലി എന്താണ് ഈ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ്? കറണ്ട് ലാബിലിറ്റി നമ്മൾ പറഞ്ഞു വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിലെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കേണ്ട മാക്സിമം, അങ്ങനെയാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റി പറയാറ്. ഒരു വർഷത്തിനുള്ളിലൊക്കെ റീപേ ചെയ്യേണ്ട, വിത്തിൻ 1 ഇയറിനുള്ളിലൊക്കെ റീപേ ചെയ്യേണ്ട ലാബിലിറ്റിയെ നമ്മൾ കറണ്ട് ലാബിലിറ്റി എന്ന് വിളിക്കും. അതിലൊന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്രെഡിറ്റേഴ്സാ. എന്താ ക്രെഡിറ്റേഴ്സ്? ആരാ ക്രെഡിറ്റേഴ്സ്? ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും സപ്ലയറുടെ കയ്യിൽ നിന്ന്. ആ സപ്ലയേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരെന്താണ്?
ക്രെഡിറ്റേഴ്സ്, അത് ക്ലിയർ ആണ്. രണ്ടോ ബിൽസ് പേയബിൾ. എന്താ ബിൽസ് പേയബിൾ? അത്രേ ഉള്ളൂ. നമ്മൾ ക്രെഡിറ്റേഴ്സ് തന്നെ വിത്ത് ബില്ല്. ബില്ല് എന്ന് പറഞ്ഞാൽ ബില്ല് നമ്മളെ ഇത്രേ ഉള്ളൂ, പ്രൊമിസറി നോട്ടോ അങ്ങനെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അവിടെ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്, സോറി, നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കല്ല, നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിൽസ് പേയബിളാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും പർച്ചേസിന്റെ ഭാഗമായി നമ്മൾ കൊടുക്കാനുള്ള പൈസ തന്നെയാണ്. പക്ഷെ ഒന്നിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഈ പ്രൊമിസറി നോട്ട് പേ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? അവർക്കതിന് ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാവും നമ്മളെ കയ്യിൽ നിന്ന്. നമ്മൾ അഥവാ കൊടുത്തില്ലെങ്കിൽ നമുക്കെതിരെ കേസ് വരും. അവർക്ക് അതിനുള്ള പവർ വരെ ഉണ്ട്. അവർക്കത് ബാങ്കിൽ പോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം. ആ അറ്റൻസ് ഒക്കെ ലാസ്റ്റിലെ കുട്ടികൾ, അപ്പൊ ക്ലാസ് എടുക്കല്ലേ. പിന്നെ എന്താണ് പറഞ്ഞ? കറണ്ട് ഫ്ലോ പോയില്ലേ? ബിൽസ് പേയബിൾ. സോ ബാങ്ക് ഗ്യാരണ്ടി ഉള്ള ക്രെഡിറ്റേഴ്സിനെ പറയുന്ന പേരാണ് ബിൽസ് പേയബിൾ. 3 ഷോർട്ട് ടേം ലോൺ. നമ്മൾ 6 മാസത്തേക്കോ 8 മാസത്തേക്കോ 1 വർഷത്തേക്കൊക്കെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലോൺ ആണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? ഷോർട്ട് ടേം. 4 എന്താ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞു. കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ 0 ബാലൻസ് ആണെങ്കിൽ പോലും അതിന് ഒരു അപ് ടു ലിമിറ്റ് വരെ ലോൺ എടുക്കാം. അതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതെന്താ? സാലറി അല്ലെങ്കിൽ അങ്ങനെയുള്ള റെന്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ട്, ഇനിയും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതിനെ, അല്ലെ, എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഡ്യൂ ആയിട്ട് കൊടുക്കാനായിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഇതും നമുക്ക് കറണ്ട് ലാബിലിറ്റി ആണ്, പേയബിൾ ആണ്, കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ വിത്തിൻ 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കണം. വിത്തിൻ 1 ഇയർ. ചിലപ്പോൾ 6 മാസമാവും, ചിലപ്പോൾ 3 മാസമാവും, ചിലപ്പോൾ 1 മാസമൊക്കെ ആവും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, പെട്ടെന്ന് കൊടുത്തു തീർക്കാണ്ട്. ഇത് കൊടുത്തു തീർക്കാനുള്ള കറണ്ട് അസറ്റ്സ് അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ കറണ്ട് റേഷ്യോയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ കറണ്ട് അസറ്റ്? പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാവുന്ന അസറ്റ്. അപ്പൊ ലിക്വിഡ് അസറ്റും കറണ്ട് അസറ്റും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാലാവധിക്കനുസരിച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ കൺവേർട്ട് ചെയ്യാൻ, ക്യാഷിലേക്ക് മാറ്റാൻ പറ്റാവുന്ന അസറ്റുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. 1 വർഷത്തിനുള്ളിലൊക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലൊക്കെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? കറണ്ട് ലാബിലിറ്റി 1 വർഷത്തിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കേണ്ടത്, അല്ലേ? കറണ്ട് അസറ്റ് 1 വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാവുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്ക്, ഈ കറണ്ട് ലാബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള കറണ്ട് അസറ്റ് അവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനം ഏകദേശം ഓക്കെയാണ്, അല്ലേ? ഈ കറണ്ട് അസറ്റ് ഏതൊക്കെയാ? കറണ്ട് ലാബിലിറ്റി 5 എണ്ണം പറഞ്ഞു. കറണ്ട് അസറ്റ് ഏതൊക്കെയാ? ഒന്ന് ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സിലേക്ക് തന്നെ വരാം. എന്താ ഡെപ്റ്റേഴ്സ്? ആരാ? നമ്മൾ സാധനങ്ങള് കടത്തിന് വിറ്റിട്ടുണ്ടാവും, അവര് നമുക്ക് പൈസ പിന്നെ തരാന്ന് പറഞ്ഞു. ആ കിട്ടാനുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഡെപ്റ്റേഴ്സ്, അല്ലെ? മണി ഓവ്ഡ് ടു ദ ബിസിനസ് ആസ് എ പാർട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിലിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാനുള്ള, അല്ലെ, എമൗണ്ട് ടു ബി റിസീവ്ഡ് ആസ് എ പാർട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിലിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ഡെപ്റ്റേഴ്സ്. ഇനി രണ്ടാമത്തേതാ? ഡെപ്റ്റേഴ്സ് അല്ലാതെ ബിൽസ് റിസീവബിൾ. ആരാ ബിൽസ് റിസീവബിൾ? ബിൽസ്
ക്രെഡിറ്റേഴ്സിന്റെ ഭാഗമായിരുന്നു ബിൽസ് പേയബിൾ, ഡെപ്റ്റേഴ്സിന്റെ ഭാഗമാണ് ബിൽസ് റിസീവബിൾ. ആരാ ബിൽസ് റിസീവബിൾ? ബാങ്ക് ഗ്യാരണ്ടി ഉള്ള ക്രെഡിറ്റേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബിൽസ് റിസീവബിൾ. നമ്മൾ അവരെ കയ്യിൽ നിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ പൈസ തന്നില്ലെങ്കിലും നമുക്ക് ബാങ്കിൽ പോയിട്ട് മാറി പൈസ അയക്കാം. പിന്നെ കേസും അവർക്കൊക്കെ ബാക്കി അവരറിഞ്ഞോളും. അപ്പൊ ബില്ല് വെച്ച് അല്ലെങ്കിൽ ഈ പ്രൊമിസറി നോട്ടൊക്കെ വെച്ചിട്ട് ഉള്ള പരിപാടി വെച്ചിട്ടുള്ള ക്രെഡിറ്റ് സെയില നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബിൽസ് റിസീവബിൾ ആയി. കാരണം നമുക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ പ്രൊമിസറി നോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് സാധനങ്ങൾ കൊടുക്കാം. പക്ഷെ അറിയാത്ത ആരെങ്കിലും വന്ന് നമ്മൾ എന്ത് ചെയ്യും? അവിടെ പ്രശ്നമല്ലേ? അപ്പൊ അവിടെ ഈ പ്രൊമിസറി നോട്ട് യൂസ് ചെയ്തിട്ടാണ് കച്ചവടമൊക്കെ നടത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാവും. തൽക്കാലം ആലോചിക്കാം ഡെപ്റ്റേഴ്സ് തന്നെയാണ്, പക്ഷെ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോ പെട്ടെന്ന് അത് ക്യാഷ് ആക്കി മാറ്റാവുന്ന സംഗതി തന്നെയാണ്. 3 months 6 months ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വേണമെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാം. ബിൽ ഡിസ്കൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2 മൂന്നാം ക്യാഷ്. ക്യാഷ് ആൾറെഡി ക്യാഷ് ആണ്. ഡെപ്റ്റേഴ്സ് ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ എടുക്കും ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് വരാൻ. 4 മാസം അല്ലെങ്കിൽ 2 മാസം 1 മാസമൊക്കെ ആവും. നമ്മൾ എത്രയാണോ ക്രെഡിറ്റ് പീരീഡ് കൊടുത്തത് അതിനനുസരിച്ച്. ബിൽസ് റിസീവബിൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോൾ വേണമെങ്കിലും പോയി ഡിസ്കൗണ്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തിരുവോളം കാത്തിക്കണം. ഈ 2-ൽ-1. 3 ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അല്ലേ? ബിസിനസിന്റെ ആ ഒരു വലിപ്പിലുള്ള ക്യാഷ്, അത് ആൾറെഡി ക്യാഷാ അല്ലേ? 4 ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ? എന്താ? നമ്മള് കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒരു ആക്സിസ് ബാങ്ക് വിചാരിച്ചോ, നമ്മൾ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട്. അതിലുള്ള പൈസ നമുക്ക് എപ്പോ ആണെങ്കിലും എടുത്തൂടെ? പക്കാ ലിക്വിഡ് ക്യാഷാണ് ബാങ്ക്. പിന്നെ 4 ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്കും നമുക്ക് കറണ്ട് അസറ്റ്. എന്തുകൊണ്ടാ? അത് വിറ്റാൽ എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പൊ അതും വിത്തിൻ 1 ഇയറിലൊക്കെ എന്തായിട്ട് മാറും? ക്യാഷ് ആയിട്ട് മാറാറുണ്ട് പൊതുവെ അല്ലെ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും വിറ്റ് പോകുമെന്ന് പറയാൻ പറ്റുമോ? അതേപോലെ ഡെപ്റ്റേഴ്സ് തന്നെ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും മാറുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവും, അത് വേറെ കാര്യം. നോർമലി സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ഒക്കെ വിത്തിൻ 1 ഇയർ മാക്സിമം, അതിന്റെ അപ്പുറമൊന്നും പോകില്ല. അപ്പൊ എത്രണ്ണായി? 5. 6 ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം അല്ലേ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്. വെരി ഗുഡ്. എന്താ? മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസ്. എന്നാണോ ഡ്യൂ ഡേറ്റ് ആവുന്നത് അതുവരെ നമുക്കത് കറണ്ട് അസറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നോർമലി അതൊരു അസറ്റ് ഒന്നല്ല. അപ്പൊ അടുത്ത മാസം കൊടുത്താൽ മതി. അത് നമ്മൾ ഇന്ന് കൊടുത്തു. അപ്പൊ അത് പറയപ്പെടുന്നത് എന്താണ്? നമുക്കത് അത്രയും കാലത്തേക്ക് ഇനി പേ ചെയ്യണ്ട അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മാറ്റിവെച്ച ക്യാഷ് വേറെ ഏതെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ താൽക്കാലികമായിട്ട് കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ്. 6. 7 ഏതാ? ഏതാ? ഇൻകം റിസീവബിൾ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അക്രൂഡ് ഇൻകം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ നേരത്തെ ആരാ പറഞ്ഞു? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. റിസീവ് ചെയ്താൽ ഇത് ഇൻകാണ്. റിസീവ് ചെയ്യാനുള്ളതോ അസറ്റാണ്. അപ്പൊ അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവബിൾ അതും എന്താണ്? കറണ്ട് അസറ്റാണ്. കിട്ടാനുള്ളത് അല്ലെ? ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത്, ഡിവിഡൻഡ് കിട്ടാനുള്ളത് ഒക്കെ എന്താണ്? അസറ്റ് അല്ലേ? ഇനിയോ? ഇനിയുണ്ടോ?
ഇനി ഏതാ? ഇനി ഒരു സാധനം ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. കേട്ടിട്ടുണ്ടോ? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ കുറേ ഉണ്ട്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് കുറേ ഉണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ, ഏതെങ്കിലും കമ്പനിയുടെ കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, ഷോർട്ട് ടേം പബ്ലിക് ഡെപ്പോസിറ്റ്, ഷോർട്ട് ടേം ലോണ്, ഷോർട്ട് ടേം എന്താണ് അഡ്വാൻസ്, നമ്മൾ ചെറിയ കാലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റോ എന്നോ പറയാം. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന, എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ പോയാൽ തിരിച്ചെടുക്കാൻ പറ്റാവുന്ന എന്താണ് അസറ്റുകളുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. മണി അറ്റ് കാൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ? ചിലപ്പോൾ ഒരു ഡേയ്സിനൊക്കെ 14 ദിവസം വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കാവുന്ന ലോണുകൾ, അതേപോലെ തിരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? അഡ്വാൻസ് ആയിട്ട് മാറും. അത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ചെറിയ ഒരു വർഷത്തിനുള്ളിലൊക്കെ തിരിച്ച് എടുക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം. ഇത് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ ഏതൊക്കെ കറണ്ട് അസറ്റ്? ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിള്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. പ്രീപെയ്ഡ് എക്സ്പെൻസിന് ലാസ്റ്റ് പറയാം. ഇതിനൊക്കെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം റിസീവബിൾ അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം, ലാസ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതിനൊരു കറണ്ട് അസറ്റ് ആയിട്ട് വെറുതെ ട്രീറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 8 എണ്ണം. ഏതൊക്കെയാ? പെട്ടെന്ന്. ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിള്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അക്രൂഡ് ഇൻകം, ലാസ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി പിന്നെ നമുക്ക് നോക്കാം.